അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ CPM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തുടങ്ങാം. സഖാവ് മരിച്ച സമയത്ത് ഞാൻ പലവിധ തിരക്കുകളിലായിരുന്നു. ഇവിടെയാണെങ്കിൽ കാക്കത്തൊള്ളായിരം വിഷയങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യാതിരുന്നത്. സഖാവിൻ്റെ അകാല ചരമം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയൊരു നഷ്ടമാണ് എന്നും അദ്ദേഹത്തിൻ്റെ വിയോഗം കൊണ്ടുണ്ടായ ശൂന്യത അത്ര പെട്ടെന്നൊന്നും പരിഹരിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ പോലും ഈ സന്നിഗ്ധ ഘട്ടത്തിൽ CPM പോലെ ഒരു വിപ്ലവ പാർട്ടിക്ക് ഒരു ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നു, ലോക്കൽ സമ്മേളനം, അതിനുശേഷം ഏരിയ സമ്മേളനം, അത് കഴിഞ്ഞ് ജില്ലാ സമ്മേളനം, പിന്നെ സംസ്ഥാന സമ്മേളനം, അത് കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസ്സിൽ പുതിയ ഒരു ജനറൽ സെക്രട്ടറി തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. പാർട്ടി കോൺഗ്രസ്സാണ് ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ അതുവരെ ഇതിൻ്റെ ചുമതല ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണം. ഇപ്പോൾ ചുമതല കിട്ടുന്ന ആളായിരിക്കും മിക്കവാറും അടുത്ത ജനറൽ സെക്രട്ടറി എന്ന കാര്യം ഉറപ്പാണ്. പാർട്ടിയുടെ ഇതുവരെയുള്ള ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ചുമതലക്കാരൻ തന്നെ പിന്നീട് സെക്രട്ടറിയേറ്റ് വരാനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ട് തന്നെ പോളിറ്റ് ബ്യൂറോയിലുള്ള ഏതെങ്കിലും സീനിയറായിട്ടുള്ള ഒരു സഖാവായിരിക്കും ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയിൽ ഇപ്പോൾ വരാൻ പോകുന്നത്. ഒരു 6 മാസമോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് പാർട്ടി കോൺഗ്രസ് നടത്തി അവിടെ വച്ച് ഇതേ സഖാവിനെ തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കാൻ, പിന്നീട് അദ്ദേഹം അങ്ങോട്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള സാധ്യത എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനി ആര് എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആരാണ് എന്ന് ചോദിച്ചാൽ കർത്താവേ അത് ഞാനാണോ എന്നിപ്പോൾ ഓരോ പോളിറ്റ് ബ്യൂറോ മെമ്പർ സ്വയം ചോദിക്കുന്ന കാലമാണ്. രാഘവലുവിനെ പോലെ ആന്ധ്രയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. മുഹമ്മദ് സലീമിനെ പോലെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ധീര വിപ്ലവകാരികളുണ്ട്. അതല്ലെങ്കിൽ വൃന്ദ കാരാട്ടിനെ പോലെ അനുഭവപരിചയമുള്ള മറ്റ് സഖികളുണ്ട്. ഇനി കേരളത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഗോവിന്ദ മാഷുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനം ഇപ്പോൾ കേരളത്തിൽ അത്യാവശ്യമുള്ളതുകൊണ്ട് അഖിലേന്ത്യക്ക് പോകാൻ സാധ്യത കുറവാണ്. പിന്നെ സീനിയറായിട്ടുള്ള 2 പേരും, ഒന്ന് സഖാവ് MA ബേബിയും, മറ്റേത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം വിജയരാഘവനുമാണ്, വിജയരാഘവൻ. 2 പേരും പ്രഗത്ഭരാണ്, പ്രതിഭാധനരാണ്, യാതൊരു സംശയവുമില്ല. പശ്ചിമ ബംഗാളിൽ നിന്ന് മുഹമ്മദ് സലീം പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ വൃന്ദ കാരാട്ട് CPMൻ്റെ ആദ്യത്തെ ദേശീയ ജനറൽ സെക്രട്ടറിയായിട്ട് വരുന്നു. അതൊക്കെ തത്വത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്, എളുപ്പത്തിൽ നടക്കില്ല, പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചോയ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ബേബി അല്ലെങ്കിൽ വിജയരാഘവൻ. ബേബിയാണ് കുറച്ചുകൂടി സീനിയർ. അദ്ദേഹം പാർട്ടിയിൽ സീനിയറാണ്, SFIയിൽ സീനിയറായിരുന്നു, SFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിൻ്റെ ഇന്ന് തല്ലി മേടിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രവർത്തനത്തിന് വേണ്ടി വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന ആളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ രാജ്യസഭാംഗമായ ആളാണ്. 12 കൊല്ലം രാജ്യസഭയിൽ ഇടിമുഴങ്ങുന്ന പോലെ സംസാരിച്ച ആളാണ്. വലിയ പാർലമെൻറ്റേറിയനാണ്. പിന്നെ പാർട്ടിയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്ന കാലത്ത്, ഇപ്പം അതില്ല, കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. പോളിറ്റ് ബ്യൂറോയുടെ തൊട്ട് താഴെ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്നു നമ്മുടെ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരി. അവർ 2 പേരും ജനറൽ സെക്രട്ടറിമാരായി. അപ്പോൾ ഇദ്ദേഹവും ആ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ബേബി സഖാവിനെ നമുക്കറിയില്ല, അദ്ദേഹം വലിയൊരു താത്വികനാണ്. ഏതാണ്ട് സന്ദേശം സിനിമയിലെ കുമാരപിള്ള സാറിനെ മലത്തിയടിക്കുന്ന അതിഗംഭീരനായ ഒരു സൈദ്ധാന്തികനാണ്. കോവിഡിനെതിരായിട്ടുള്ള സമരം ആഗോള മുതലാളിത്തത്തിനെതിരായ മഹാസമരത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്നതിലാണ് നമ്മുടെ വിജയം എന്നൊക്കെ പറയാൻ കേൾപ്പുള്ള വേറൊരാൾ ഇന്നിപ്പോൾ ഇന്ത്യ രാജ്യത്തുണ്ടെന്ന് എനിക്ക് തോന്നില്ല. രാജീവിനെ മറന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. എന്നാലും രാജീവിനെക്കാളൊക്കെ തിടം പേറ്റിയ ഒരു താത്വികനാണ് സഖാവ് MA ബേബി. അദ്ദേഹം ഒരു അഴിമതിക്കാരനോ പിടിച്ചുപറിക്കാരനൊന്നുമായിട്ട് അറിയപ്പെടുന്ന ആളല്ല. അതും അദ്ദേഹത്തിനുള്ളൊരു ക്വാളിറ്റിയാണ്. പിന്നെ അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്. കേരളത്തിൽ 2ാം മുണ്ടശ്ശേരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളാണ്. ഇപ്പോൾ പേര് ആൾക്കാർക്ക് മറന്നു എന്ന് തോന്നുന്നു. ഇദ്ദേഹത്തെ കുണ്ടറ ഷാവേസ് എന്ന് വിളിക്കുന്നവരുണ്ട്, അതല്ല പ്രാക്കുളം ചെഗുവേര എന്ന് വിളിക്കുന്നവരുമുണ്ട്. അപ്പോൾ സഖാവ് ഇതിനൊക്കെ പോകുന്ന ആളാണ്. ചെഗുവേരയ്ക്കും ഷാവേസിനും മുണ്ടശ്ശേരിക്കുമൊക്കെ സമശീർഷനായിട്ടുള്ള ഒരു ഭരണാധികാരിയും അതുപോലെ പാർലമെൻറ്റേറിയനും അതിനേക്കാൾ ഉപരി വിപ്ലവകാരിയുമാണ്. അപ്പോൾ അദ്ദേഹം
പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് താക്കോൽ സ്ഥാനത്തേക്ക് വരിക എന്നുള്ള വളരെ സ്വാഭാവികമാണ്. കേരളത്തിൽ നിന്നുള്ള സഖാക്കൾ എത്ര പേര് അദ്ദേഹത്തെ പിന്തുണയ്ക്കും, എത്ര പേര് അദ്ദേഹത്തിൻ്റെ കാല് വരും എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ പരിഗണിക്കപ്പെടാവുന്ന ഒരു പേരാണ് എ വിജയരാഘവൻ. എ വിജയരാഘവനും വലിയ വിപ്ലവകാരിയാണ്. അദ്ദേഹം പാലക്കാട് നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട MP ആയിരുന്നു. പിന്നീട് രാജ്യസഭാംഗമായിട്ട് പ്രവർത്തിച്ച ആളാണ്. വലിയ പാർലമെൻറ്റേറിയനാണ്. അതിലുപരി കഴിഞ്ഞ തവണ പാലക്കാട്ട് മത്സരിച്ച് തോറ്റുപോയി. അതിന് മുമ്പ് ഒരിക്കൽ കോഴിക്കോട്ട് മത്സരിച്ച് MK രാഘവനോട് തോറ്റുപോയി. ഇടക്കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സയ്ക്ക് പോയ സമയത്ത് ഇദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ച ആളാണ്. പോളിറ്റ് ബ്യൂറോ അംഗമാണ്. മുതിർന്ന നേതാവാണ്. താത്വികാചാര്യനാണ്. ബേബിയോളം ഇല്ല എങ്കിൽ പോലും മാർക്സിസം, ലെനിനിസം, സ്റ്റാലിനിസത്തിലൊക്കെ നല്ല ഗ്രാഹ്യമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധ്യത നമുക്ക് എഴുതി തള്ളാൻ കഴിയുകയില്ല. ഒന്നുകിൽ വിജയരാഘവൻ അല്ലെങ്കിൽ ബേബി വരും എന്നാണ് എൻ്റെ ഒരു അനുമാനം. ഇവർ രണ്ടുപേരും വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രമേ വൃന്ദാക്കാരാട്ടോ അല്ലെങ്കിൽ രാഘവുലുവോ അതുമല്ലെങ്കിൽ മുഹമ്മദ് സലീമോ ആ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും വരികയുള്ളൂ. ഏതായാലും ബേബിയായാലും വിജയരാഘവനായാലും പാർട്ടിയുടെ ഭാവി സുശോഭനമാണ്. യാതൊരു സംശയത്തിന് അവകാശമില്ല. ഈ പാർട്ടി വിപ്ലവത്തിൽ നിന്ന് വിപ്ലവത്തിലേക്ക് മുന്നേറും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അപ്പോൾ ആര് തന്നെയാണെങ്കിലും ശരിയാണ്, പുതിയ ജനറൽ സെക്രട്ടറിക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇൻക്വിലാബ് സിന്ദാബാദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.